അതെ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ വെള്ളം വെക്കണത്? ഞാൻ പറഞ്ഞ മന്ത്രി കേൾക്കാതിരിക്കുവോ? എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. എന്നെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യണ്ട കേട്ടോ, ഞാൻ വിളിച്ചോളാം. ആ എന്തൊരു ആൾക്കാരാണ്, മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. അല്ലാതെ ഇതെന്താണ് ഇത് എല്ലാരും കൂടെ കൂടി ഇവിടെ നിൽക്കണത്? ഇത് ചന്തയല്ല, മന്ത്രി ഏത് നിമിഷം വരാം. നിങ്ങളൊക്കെ അങ്ങോട്ട് മാറിയിക്ക്, ഒന്ന് അങ്ങോട്ട് മാറിയിക്ക് പിള്ളേരെ. കാരണം അറിയാം നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അങ്ങോട്ട് മാറിയിക്ക്. എന്ത് അതാണ് പറഞ്ഞത്. പ്രായം മൂത്ത ആളായോണ്ട് ഞാൻ ഒന്നും പറയാനില്ല, മര്യാദ ഭാഷ സംസാരിക്കുന്നത്. അത് അടുത്ത ടീമുകൾ പറഞ്ഞു ഒതുങ്ങി നിൽക്കണേ നിങ്ങളെ. ഹലോ, വണ്ടി അകത്തേക്കല്ലേ? വണ്ടി അകത്ത് വെക്ക്, വണ്ടി പുറത്ത് വെക്ക്. പുറത്ത് വെക്കാൻ പറഞ്ഞ വണ്ടി പുറത്ത് വെക്ക്. മുന്നോട്ട് ശരി, വേറെ വണ്ടികൾ വരാനുള്ളതല്ലേ? എവിടേക്ക് പോണത്? മന്ത്രിനെ ഇപ്പൊ കാണാൻ പറ്റില്ല. മന്ത്രി ഇല്ലെന്നേ. അല്ല, മന്ത്രി ഇല്ലാന്നറിയാം, ഇപ്പൊ വരുമല്ലോ, വന്നിട്ട് കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് വന്ന്. അല്ല അതെ, എന്താ കാര്യം? എന്താ ഞങ്ങള് മന്ത്രിയോട് പറഞ്ഞോളാം. അങ്ങനെ നിങ്ങൾ കണ്ട പോലെ തന്നെ മന്ത്രി. ഇവിടെ ഒരു കാര്യം മന്ത്രിയോട് അറിയിക്കണമെങ്കിൽ ആദ്യം എന്നോട് പറയണം. ഞാൻ PA-മാരായ ശീതളേട്ടനോടോ സത്യേട്ടനോടോ പറയും. എന്നിട്ട് അവര് വഴിയാണ് മന്ത്രിയുടെ അടുത്ത് അവതരിപ്പിക്കുന്നത്. അല്ല നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോകുമെങ്കിൽ അങ്ങനെ കണ്ടിട്ട് പോയാൽ മതി. മന്മത ഒന്ന് നിക്ക്, ഒന്ന് ക്ഷമിക്കടോ. എടോ, ഇത് പുതിയ സെക്രട്ടറിയാണ്, അവന് അറിയില്ല, അതുകൊണ്ടാണ്. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾ വന്ന കാര്യം പറ. നിനക്കറിയാലോ നമ്മുടെ ഗാന്ധി സാംസ്കാരിക വേദി, നമ്മുടെ ക്ലബ്ബ്. അതെ, അവിടെ അപ്പൊ ഞങ്ങള് ഈ ദേശത്തിന്റെ വികസനത്തെ കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് മിനിസ്റ്റർക്ക് ഒന്ന് കൊടുക്കണം. എത്ര രൂപ മന്ത്രി കൊടുക്കാനുള്ളതാണ്? നിങ്ങൾ നിങ്ങളുടെ രൂപ കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ? രൂപരേഖയാണ്, രൂപയല്ല. പിന്നെ അത് രേഖ എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ രൂപ പറയണ. അത് ഓക്കെ, പക്ഷെ ഇന്ന് എന്തായാലും പറ്റില്ല. അതെന്താ? ഭയങ്കര തിരക്കാണ്, ഒരുപാട് പരിപാടികളുണ്ട് മന്ത്രിക്ക്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ബന്ധം വെച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാലോ. മന്ത്രി വന്നാൽ ഞങ്ങളൊന്ന് കയറി ചോദിച്ചോളാം. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കയറി പോകാനൊന്നും പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ല, ഇത് ഞാൻ പറയില്ല, ഇന്ന് ഒരു 100 കൂട്ടം പരിപാടികളുണ്ട്. ഇന്ന് എനിക്ക് അറിയില്ല, ഇവിടെ വന്നിട്ട് നീ അപ്പൊ തന്നെ അത് ഞാൻ നോക്കിക്കോളാം. എന്തായാലും മന്ത്രി വരട്ടെ, വന്നിട്ടേ പോകണല്ലോ. ഭയങ്കര ചൂടനുള്ളവേ തോട്ടക്കാരന് വണ്ടി എടുത്താൽ പോരെ. ശീതളേട്ടാ എത്താറായോ? ഓ, ട്രാൻസ്ഫോമറിന്റെ അവിടെ ആയോ? ഓ ശീതളേട്ടാ ഇവിടെ ഓക്കെയാണ്. മന്ത്രി അങ്ങോട്ട് മന്ത്രി വരണം, അങ്ങോട്ട് ഒതുക്കി കൂട്ടർ മാറ്റി. ഞാൻ പറഞ്ഞു മന്ത്രി ഒതുക്കുക. മന്ത്രിമാരെ കണ്ടില്ലേ? എല്ലാം ഞാൻ ഒതുക്കിയോളാം. മന്ത്രി പോട്ടെ, അങ്ങോട്ട് പോട്ടെ. മന്ത്രി നിന്ന് കാണണ്ടേ? മന്ത്രി ഇനിയിപ്പോ ഒരു അരമണിക്കൂർ വിശ്രമമാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പൊ കാണാൻ എന്തായാലും പറ്റൂല. നിന്നോട് പറഞ്ഞു, നീ സത്യശീലിനോട് പറ, ഞാൻ സുഖം വന്നിട്ട് പറ. വേറെ ഒരുപാട് എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾ ആരും മന്ത്രിമാരെ കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു സത്യേട്ടാ, ഒരാളിങ്ങ് വരുമ്പോഴേക്കും എല്ലാരും കൂടെ മാതി പൊളിച്ചിട്ട് അതിനെ വല്ലാത്തൊരു കഷ്ടമാണ്. സത്യേട്ടാ, ഞാൻ രാവിലെ മുതൽ ഈ കഴുതലെടുത്ത് എല്ലായിടത്തും പറയണം. എന്റെ സുഖതാട്ടാ, നിങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഇയാളടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അറിയാം. എന്താ നിന്റെ പണി? നിന്റെ ഇവിടുത്തെ പണി എന്താ? ചെടി നനക്കല്ലേ? ചെടി നനച്ചോ? ആ പട്ടീനെ കുളിപ്പിച്ചോ? കുളിപ്പിച്ചോന്ന് അപ്പിടിച്ചോ? ഓന്റെ ഇവിടുത്തെ പണി ഇതൊക്കെയാ മിണ്ടല്ലേ. ഇതെന്താ സുഖതാട്ടാ? ഇത് നമ്മുടെ ഗാന്ധി സാംസ്കാരിക സമിതി ഇല്ലേ? നമ്മുടെ ഗ്രാമത്തിന്റെ വികസനത്തിനെ കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. തയ്യാറാക്കണോ? അല്ല, ആക്കിയല്ലോ, തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നേരിട്ടൊന്നും മന്ത്രിക്ക് കൊടുക്കണം. ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലേ? ഇന്ന് 100 കൂട്ടം പരിപാടികൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മുടെ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി ഒന്ന് ചെയ്തു തരാം, അതും പറയണം. പിന്നെ ഒന്നാമത് ഈ കാര്യങ്ങൾ ഇതൊന്നും ഞാനല്ല ചെയ്യണം, ഞാൻ ആ ശീതളോട് പറയാൻ വേണമെങ്കിൽ ഞാൻ ഒന്ന് പറയാം. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പോയി പട്ടിയെ കുളിപ്പിക്കണോ? ഇവിടുത്തെ തോട്ടക്കാരനാണ് മൂപ്പരാണ് എല്ലാം തീരുമാനം. എന്താ വേണം? അതാ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അറിയോ, ഇതൊരു മന്ത്രിയാണ്, അല്ലൊരു മനുഷ്യനും കൂടിയാണല്ലോ. അപ്പൊ ഒരു കാര്യം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ആകെ ബഹളം ഉണ്ടാക്കി എങ്ങനെയാണ്? അല്ല, ഒന്ന് ഇത് കൊടുക്കാൻ സമയം ഒന്ന് സുഖേട്ടാ, ഞാൻ പറഞ്ഞു നോക്കാം. ഒരു 100 കൂട്ടം തിരക്കിലാണ് ഈ കാര്യം. ഞാൻ പറഞ്ഞു 100 കൂട്ടം തിരക്കുണ്ടെന്ന്. അപ്പൊ ഇവര് ഉണ്ടാക്കി ഞാൻ പറയണ്ടല്ലോ.
അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു നാളെ നടക്കില്ല. നിങ്ങൾ സൗകര്യം പോലെ ഒരു ദിവസം വഴി കേട്ടോളി. വിളിച്ചു വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ആയിക്കോട്ടെ അങ്ങനെയാണ് ചേച്ചി. ഇപ്പൊ അത് നടക്കില്ല, അതുകൊണ്ടാണ് കേട്ടോളി. സാറേ അതെ അതൊന്ന് പരിഹരിക്കും. എന്താ ഞാൻ സുഖമില്ലാത്ത ആളാണ്. എന്താ പേര് നിങ്ങളുടെ? എന്റെ പേര് സുമേഷ് കുമാർ. സുമേഷ് ചേട്ടാ, ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ആകെ ഒരു നിക്കകളില്ലാത്ത സമയമാണ്. പരിഗണിക്കാം. എന്റെ ഭാര്യയൊക്കെ ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു റെസ്റ്റ് ഇല്ലാത്ത സമയമാണ്. ഞാൻ ഒരു 2 ദിവസം കഴിട്ടെ നിങ്ങളുടെ കാര്യം പരിഗണനയിൽ വെക്കുന്നുണ്ട് കേട്ടോളി. ശരി എന്താണ് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആരംഭിക്കണ്ട. ഇതെന്താണ് ഇവിടെ നിങ്ങളുടെ പണി? എന്താണ് എന്ത് പണി ഞാൻ ഇവിടെ ഈ ആൾക്കാരെ വരുന്നിടത്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അതല്ല, പിന്നെ എന്താ ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യണത്? ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചു, പട്ടിയെ കുളിപ്പിച്ച്, പട്ടി അപ്പിടിച്ച് എല്ലാം ചെയ്ത് ശീതളേട്ടാ. പിന്നെന്താണ് വേറെ? എന്നെ 2 വർഷം കഴിഞ്ഞ് ഇതായി കഴിഞ്ഞാൽ പി എ ആക്കാന്ന് പറഞ്ഞല്ലേ, മന്ത്രിയോടൊന്ന് പറഞ്ഞ് എന്നെ ഒന്ന് പി എയിലോട്ടാക്കി. നിങ്ങളത് പറയുമ്പോൾ ബാങ്ക് കയറ്റിട്ട് പി ആക്കുകയാണ്. നിങ്ങൾ ഇവിടെ കാര്യങ്ങളൊക്കെ കൃത്യം പോലെ ചെയ്താൽ അങ്ങനെ തോന്നണത്. അല്ലാണ്ട് ഞാൻ പോയിട്ട് പി ആക്കെന്ന് പറഞ്ഞാൽ പി ആക്കാൻ പറ്റില്ല. ഞാൻ എല്ലാം ബാത്റൂം വരെ കഴിയുന്നു. അതിപ്പോ ബുദ്ധിമുട്ടായോ? അല്ല, പിന്നെ കാര്യങ്ങളൊക്കെ അതേമാതിരി ചെയ്യും. അതിന്റെ സമയമാകുമ്പോ ഒക്കെ ശരിയാവും കേട്ടോളി. ഇവിടെ ആളുകളുടെ അടുത്ത് വന്നിട്ട് ട്രെയിൻ ചെയ്തു കേട്ടോ. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓഫറൊക്കെ കൊടുത്തിട്ട് ഞാൻ അറിയേണ്ടത് ആരും പറയാം. കണ്ടില്ലേ, മന്ത്രി അകത്തുണ്ട്. പക്ഷെ കാണണമെങ്കിൽ ഇത്രയും പി എമാരുടെ കാല് പിടിക്കണം നമ്മള്. ഒരു മന്ത്രി 10 പി എമാരാ അടക്കി. നിങ്ങള് എല്ലാവർക്കും സമാധാനമല്ലോ. ശീതളേട്ടൻ്റെ സത്യേട്ടൻ്റെ വായിരിക്കുന്നത് എന്നെ കേൾപ്പിച്ചപ്പോൾ സമാധാനമല്ലോ. എന്നോട് പറഞ്ഞു തരാം, നിന്നെ എന്തിനാണ് ഇവിടെ നിർത്തിക്കണമെന്ന്. ഇവരൊന്ന് നിയന്ത്രിക്കാൻ അറിഞ്ഞൂടെന്ന്. പൊക്കോ എല്ലാം പൊക്കോ. ഇനി എന്നാ ചീത്ത വിളി വേഗപ്പിക്കല്ലേ. ഞാൻ പോയി പട്ടിയെ കുളിപ്പിക്കണോ? നമ്മൾ കണ്ട പോലെ തന്നെ മന്ത്രിയെ നമ്മള് കണ്ടോളൂ. ഈ എന്റെ പണിയെടുത്താൽ മതി കേട്ടോ. ചുമ്മാ ഇരുവട്ടിയാടാ. തീറ്റയും തന്നില്ലേ, പിന്നെ എന്തിനാണ് കുറയ്ക്കണത്? നന്ദിയില്ലാത്ത നായ. അമ്മാമ വേണ്ട, ഓളനി എൻ്റെ ഒപ്പം ജീവിക്കണ്ട. എനക്ക് വേണ്ടവളാ. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞോടെ എന്നെ ഉപേക്ഷിച്ച് പോയവളാണ് ഓള്. ഓളെന്നാ പറഞ്ഞുതരാം. അതെ, ഞാൻ പൊളിറ്റിക്കൽ ഗുണ്ടയാണ്, ക്രിമിനലാണ്, കൊലപാതക കേസിലെ പ്രതിയാണ്. അതെ, കൊലപാതകം ചെയ്തിട്ടുണ്ട്. എനക്ക് വേണ്ടിയിട്ട് ഒരുത്തനും കൊന്നിട്ടാ. ഒരുത്തരെ കൊന്നിനി രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്. ഇതിപ്പോ ഞാൻ ജയിലിൽ കിടന്നുവാ 6 മാസം കഴിഞ്ഞ അവിടെ ഞാൻ വീട്ടിൽ വന്നില്ലേ. ഇപ്പം ഞാൻ ആര്? മന്ത്രിന്റെ ഡ്രൈവർ. എനിക്ക് ആനുകൂല്യമുണ്ട്, പെൻഷനുണ്ട്, സകലമാന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഓക്കെ എന്റെ വേണ്ട. എനക്ക് മണി പോലത്തെ പെണ്ണിനെ ഇനിയും കിട്ടും. അതെ വേണ്ട അമ്മ, ഒന്നും വർത്താനം പറയണ്ട. എനിക്ക് താല്പര്യമില്ല. വെച്ചോ. അമ്മാമ കൊമ്മാമനാണ് നമ്മള്. എന്തീ കാണിച്ചേ? ഇത് നിങ്ങളെ വീടല്ല, മന്ത്രിയുടെ ഗസ്റ്റ് ഹൗസ് ആണ്. പറഞ്ഞോണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഈ കാറിന്റെ മുമ്പ് നിങ്ങൾ വണ്ടി വെച്ചതാ? അല്ല, മന്ത്രിന്റെ കാറ് സ്കൂട്ടറിനെ തിന്നാളൊന്നും ഇല്ലല്ലോ. അതൊന്നും ഇവിടെ പറയണ്ട. സത്യസാറും ശീതൾ സാറും ഇവിടെ വന്നിട്ട് ഒരു നോട്ടമുണ്ട്. അപ്പൊ വണ്ടിയായിട്ട് ഇങ്ങോട്ട് പറക്കാൻ കൂടി ചാടും. നിങ്ങൾ എവിടെയും കൊണ്ടാക്കും. മാറ്റിയെടുത്ത് കാര്യം നടക്കണ്ടേ. പെരുമാരെ പിന്നെ സഹിക്കാം. വരെ പി എമാരെയാണ് സഹിക്കാൻ പറ്റുമോ? ഡ്രൈവർക്കൊക്കെ കൊമ്പുണ്ട്. ആടെ നിക്ക്, പറയുമ്പോ പോയാ മതി. അല്ല, ഞാൻ അന്വേഷിച്ചോട്ടെ. അല്ല, അയാൾ സംസാരിച്ചിട്ട് വരാം. എനിക്ക് തോന്നിയ പോലെ പോരാ. സത്യശീല. എന്താണ്? അല്ല, മന്ത്രിനൊന്ന് കാണാൻ. എന്താണ്? മന്ത്രിനെ ഇപ്പൊ കാണാൻ പറ്റില്ല. ഹലോ, സരവാ, ഞങ്ങളെ കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ രണ്ടാം നടക്കില്ലേ പ്രസിഡന്റ് സെക്രട്ടറി. മന്ത്രി വിളിക്കണ്ടേ? വെച്ചോ. എവിടെ നിന്നിട്ടാ വർത്താനം പറയുന്നത്? ഇത് ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിൽ നിന്നിട്ട് അങ്ങനെ സംസാരിക്കണേ. അകത്ത് മന്ത്രിക്ക് ഇഷ്ടമില്ല. തുടങ്ങി അടുത്തത്. അതേ സുഖത, ഇങ്ങനൊന്നും കുറച്ചുകൂടെ അവിടെ നിന്നിട്ട് മന്ത്രിക്ക് അത് ഇഷ്ടമല്ലാന്ന്. എന്റെ മന്ത്രി കുറയ്ക്കില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അത് ഞാൻ അന്ന് വന്നപ്പോ സത്യനോട് പറഞ്ഞില്ലേ. എന്റെ പൊന്നു സുഗത, 100 കൂട്ടം കാര്യങ്ങളാണ് തലയിൽ. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചാർട്ട് ചെയ്തിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഞാൻ മറന്നുപോയിന്ന്. അതായത് ഗാന്ധി സാംസ്കാരിക വേദിന്റെ രൂപരേഖ തയ്യാറാക്കി മന്ത്രിക്ക് കൊടുക്കണം. പിന്നെ ഉദ്ഘാടനത്തിന് മന്ത്രിന് കിട്ടും. ഈ 2 കാര്യം അതൊന്നും പറക്കില്ലേ? അതെന്താ? ഇല്ല, അത് നടക്കില്ല. മാത്രമേ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞതാണല്ലോ. ഇതൊന്നും നോക്കണ ഞാൻ. അത് ശീതളനാണ്. അപ്പൊ നിങ്ങൾ പിയല്ലേ?
എടോ ഞാൻ പിയാണ് എന്നെ പോലെ ഒരു 25-30 പേര് ഇങ്ങനെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ സംഗതികൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ല, ഇതൊന്നും നോക്കണവൻ ഞാൻ അതൊക്കെ ശീതളിനോട് പോയി പറയും. നിങ്ങള് ശീതളിനോട് നമ്മൾ പറഞ്ഞിട്ട് ഇന്ന് വരാൻ പറഞ്ഞ ആര് ശീതള നിങ്ങൾ വരാൻ പറഞ്ഞു. എന്നാ ഞാൻ ശീതളം പുറത്തു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഉള്ളിൽ തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഒന്ന് തെരഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ അത് പറയാട്ടോ. അവിടെ പുറത്തു പോയിരുന്നോ? അവിടെ പോകും. സദവാ ഇല്ല, കണ്ടില്ലടോ. അവിടെ കാത്തിക്കത് നിങ്ങൾ പറയും പോലെയല്ല. അവിടെ 150 PM-മാരെ കണ്ടിട്ട് മന്ത്രിയെ കാണാൻ പറ്റുള്ളൂ. എന്താണ് നിന്നോട് ഞാൻ എന്താ പറയാ? അവിടെ ഇന്ന് ശരിയാക്കിട്ട് വരുള്ളൂ. PM-മാരെ കാണാൻ 150 കാണ്ടി വരും. അവിടെ ഓടി വന്നു കഴിഞ്ഞിട്ട് നേരെ മന്ത്രിയായിട്ട് കാണുക, അത് നടക്കണ്ടല്ലോ. എവിടുന്നാണോ നിങ്ങളൊക്കെ പഠിച്ചു വന്നത്? കഴുതകള്. 150 PM-മാരെ കാണുന്നത് ഇയാണ് വാർത്ത. ഞാൻ ശരിയായി തരാം. സമയം എത്രയും നോക്കി ഇനിയിപ്പോ എന്താ കാട്ടുക? എന്ത് ചെയ്യാൻ? ശീതളം വരട്ടെ, എന്നിട്ട് അദ്ദേഹം കണ്ടിട്ട് പോവാ. നിങ്ങളെ ഭർത്താനം കേട്ട് ഞങ്ങളെ കൂടെ ഇറങ്ങി തിരിച്ച്. മന്ത്രി നിങ്ങളെ സ്വന്തം ആളാണ്, സത്യശീലം നിങ്ങളെ സ്വന്തം ആളാണ്. ഇപ്പൊ ആട്ടിയല്ല നിങ്ങളെ. ഇത് നീ എന്റെ കൂടെ എത്ര ദിവസം വന്നിട്ട് ഇത് കണ്ടല്ലേ? ഇന്ന് വരെ മന്ത്രി രാഘവൻ എന്നെ ഒന്ന് കാണിച്ചിട്ടുണ്ടോ? അവര് കണ്ടു കഴിഞ്ഞ കാര്യം നടന്നേനെ. നടക്കൂല മക്കളെ, നടക്കൂല. അല്ല കാരണരെ, അന്ന് ഞങ്ങൾ വന്നപ്പോഴും ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എന്തിനു വന്നാ? ഒന്നും പറയണ്ട മക്കളെ, റീസർവേ വന്നപ്പോ ഭൂമി പുറമ്പോക്കായി. അതിന് മന്ത്രി ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. കാണാൻ പറ്റില്ല. അവരൊക്കെ കാണണമെങ്കിൽ ഇലക്ഷൻ വരണ നേരത്ത് നമ്മുടെ കാലിൽ വന്ന് പിടിക്കും, വോട്ട് തരണം പറഞ്ഞിട്ട്. അപ്പോഴേ കാണാൻ പറ്റൂ. പിന്നെ ഒരു ആവശ്യത്തിന് വന്ന് കാണണമെങ്കിലേ കണ്ടാ ചുറ്റിപ്പറ്റി നടക്കണ കണ്ട കുറെ PM-മാര്, അവര് കരുണ കാണിക്കണം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. എന്താണ് ഒക്കെ ശരിയായി, എല്ലാം ശരിയാക്കിണ്ട്. പിന്നെന്താണ്? ഓ എന്താ നിങ്ങൾ പറഞ്ഞു മന്ത്രിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? അതെ, എന്താ പേടിക്കാണ്? അതെ, ഇതാ നോക്ക്, ആ നെമ്മാർ സീതള ഒരു കാര്യം ഏറ്റാല് അത് മന്ത്രി ഏറ്റ പോലെയാണ് കേട്ടോ. നിനക്ക് അവിടുന്ന് എന്ത് തിരക്ക്? മന്ത്രിക്ക് ഒരു തിരക്കില്ല. അഥവാ തിരക്കുണ്ടെങ്കിൽ എന്താണ് നാട്ടിൽ ഇവിടെ കാര്യങ്ങൾ ശരിയാക്കാൻ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കട്ടാട്ടോളൂ. ആ ധൈര്യമായിട്ട് പോയി. ഓ ശരിയാക്കി തരാം. എന്താ ശരിയാക്കി ശരിയാപ്പോ. ഓ ശരി സാറേ, മന്ത്രീനൊന്ന് കാണാൻ ഇന്നോ? സാറിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞെന്ന് വരാൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? ആകെ തിക്ക് നിരക്കടിച്ച ദിവസമാണെന്ന്. ഇന്ന് നടക്കില്ല. അപ്പൊ നിങ്ങളെല്ലാം ഫോൺ ചെയ്ത് പറഞ്ഞു മന്ത്രി ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. ഒന്നാമത് വല്ലവർക്കും ഫോൺ ചെയ്യണം നോക്കിയിരിക്കുകയാണ് നിങ്ങൾ. ഇതാരെ വിളിച്ചെന്ന വിചാരം നിങ്ങള്? 6 മാസം മുമ്പ് അപ്പോയിന്റ്മെന്റ് ഇതാണ്. മന്ത്രി വേണ്ടപ്പെട്ട ആളാണ്. ഇതുവരെ ഞാൻ ഈ പടിയും മറങ്ങുന്നത് കേട്ടിട്ടില്ല. അങ്ങനെ പലതവണ പറഞ്ഞ കാരണമാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തടിയപ്പാൻ വേണ്ടിയിട്ടാണ് വരാൻ പറഞ്ഞത്. അല്ല, അപ്പൊ ഞങ്ങളുടെ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ മന്ത്രി വരാൻ 6 മാസം ആവും. ഇനി എന്ന് ഞാൻ പറഞ്ഞ നിങ്ങളോട് ഇല്ലല്ലോ. ഒന്ന് ശരിയാക്കി തരുമോ? അത് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് എല്ലാ നേരത്തും വന്നിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഞാൻ അവിടുന്ന് ശരിയാക്കി തരുന്നത്. നമ്മളിപ്പോ എന്താ മാണ്ടിയാന്ന് പറയുന്നത്? ഞാൻ നോക്ക്, ഇങ്ങനെ കൂട്ടം കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ ബഹളം ആക്കരുത്. അതന്നെ, ഇതിങ്ങനെ കൂട്ടം കൂടി നിന്നിട്ടേ മന്ത്രിക്ക് കണ്ണുഷ്ടിക്കാണ്ട് ഇഷ്ടമല്ല മൂപ്പർക്ക്. കൂട്ടം കൂടിയിട്ട് മന്ത്രിക്ക് മുദ്രാവാക്യം വിളിക്കണ മന്ത്രിക്ക് ഇഷ്ടമാണല്ലോ. കൂട്ടം കൂടി മന്ത്രിക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന മന്ത്രിക്ക് ഇഷ്ടമാണല്ലോ. ഒരു കാര്യം പറയാൻ കൂട്ടം കൂടി വന്നാൽ മന്ത്രിക്ക് ഇഷ്ടമല്ല. അല്ല, കാര്യം പറയാൻ പതുക്കെ പറയും. വർത്താനം പറയണ മന്ത്രിക്ക് ഇഷ്ടമല്ല. ഒന്നുമില്ല സത്യം. അതിനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പറയാൻ പറ്റില്ല. പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ? ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വെറുതെ നിങ്ങൾ ബാലൻസ് ആക്കാൻ നിൽക്കുന്നത്. അതാ നോക്ക്, ഇന്ന് നടക്കില്ല പരിപാടി. ആരാണിത്? യാതൊരു വിവരമില്ല. കുറച്ച് തിരക്കായി പോയി. അതെ, എന്താ ഓരോ ദിവസം കൂടുന്നവരും ഗ്ലാമർ കൂടി കൂടി വരികയാണല്ലോ. ഒന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടണില്ലേ? ഫുൾ ഓട്ടല്ലേ? എന്നിട്ടാണ് ഇങ്ങനെ. എന്താ പുതിയ പരിപാടി? അല്ല, പുതിയൊരു ബിസിനസ് ഉണ്ട്. അതെ, പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചത് എന്താ കുറെ ദിവസമായിട്ട് മണ്ടോതിരി യാതൊരു ബിസിനസ് കാര്യങ്ങളും അറിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ മിനിസ്റ്ററോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ എനിക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അപ്പോയിന്റ്മെന്റ് ലെറ്റർ. നിങ്ങൾ എന്നെ കളിയാക്കാണ്. നിങ്ങൾക്കൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട് അപ്പോയിന്റ്മെന്റ് അല്ല, തിരക്കാണെങ്കിൽ പിന്നെ ഒന്നാമത്തെ കാര്യം യാതൊരു തിരക്കൂല, വെറുതെ ഇരിക്കുകയാണ്. റെസ്റ്റ് എടുക്കാണോ? എന്നാ പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആയിക്കോട്ടെ, സംസാരിക്കാൻ പറ്റും. എന്നിട്ട് നമുക്കൊന്നും ഇരിക്കണം. തിരക്കില്ലെങ്കിൽ ആകെ തിക്കും തിരക്കായിട്ട് ഇരിക്കുന്നത് മനസ്സിനെ ശല്യപ്പെടുത്താണ്. പോവാൻ നോക്കി നിങ്ങൾ വെറുതെ. തിരക്കാ.
ഇതാണ് ലോകം. ഈ മന്ത്രിക്കല്ലേ നിങ്ങൾ വോട്ട് ചെയ്ത് അല്ലേ? ഇങ്ങനെ നിന്നോളി, കുന്തം പോലെ നിന്നോളി. വോട്ട് ചെയ്യാത്തവരാ കയറി പോണത്. ഇനിയിപ്പോ എന്താ നമ്മൾ കാട്ടുന്നത്? ഇവിടെ നിൽക്കണം. എന്തായാലും ഇത്രയല്ലേ കണ്ടിട്ട് പോവാ. എന്തിനാണെന്ന് നിക്കണേ? കാര്യം നേടാൻ കഴുതക്കാലും പിടിക്കണ്ടേ? ഇവിടെ 150 കഴുതാളെ കാല് പിടിക്കേണ്ടി വരും. അറിയാം എന്താണ് എന്താണ് കുന്തം? ഒന്നുമില്ല. ഇവിടെ നിന്ന് ഉറക്ക വർത്തമാനം പറയാൻ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട്? ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കാണ്ട് ആൾക്കാർക്കുള്ളിലേ കയറി പോകാൻ അതിനൊരു കുഴപ്പമില്ല. ഇവിടെ നിന്നുള്ള മന്ത്രിയെ കണ്ടിട്ടേ പോണുള്ളൂ. സത്യേട്ടാ, സത്യേട്ടാ, ഒരു മിനിറ്റ്.